മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാച് വിശ്വാസികളെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ടെംപ്റ്റ് ചെയ്യുന്നത്, വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്ന വിധങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഫിയറിനെ കുറിച്ചാണ് സംസാരിച്ചത്, ഭീരുത്വം, അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ ഇതുമായിട്ട് ചേർന്ന് സംസാരിക്കുന്നത് പ്രൈഡാണ്, നിഗളം, അഹങ്കാരം, പ്രൈഡ് ട്രാപ്പ്. ഇത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്രൈഡ് ട്രാപ്പ് എന്ന് പറയുന്നത്. സ്വയം നീതീകരണം പിശാചിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. നമ്മൾ പലരും എപ്പോഴും അങ്ങനെയാണ്, സെൽഫ് ബോസ്ഫുള്ളായി തീരാനായിട്ട് നമ്മളെപ്പോഴും, മനുഷ്യൻ്റെ ഒരു നേച്ചറാണ് അതെപ്പോഴും ആ രീതിയിൽ ചെയ്യാന്നുള്ളത്. പരീശൻ വന്ന് പ്രാർത്ഥിച്ചതുപോലെ, ആ ചുങ്കക്കാരനെ, ആ ടാക്സ് കളക്ടറെ പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞ് പരീശൻ പ്രാർത്ഥിച്ചതുപോലെ ആകാനായിട്ടുള്ള ഒരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ട്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 3-5 ഉള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതുന്നത്: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. ആകയാൽ ഞങ്ങൾ സകല സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഇടർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചയും ഇവിടെ ദൈവത്തിൻ്റെ സത്യവചനത്തിന് എതിരായിട്ടുള്ള സംശയങ്ങളാണ് വരുന്നത്. ഇതെല്ലാത്തിനെയും ഞങ്ങളെ പിടിച്ചടക്കാനുള്ള കഴിവ് ദൈവം കൊടുക്കുന്നു എന്നുള്ള പറഞ്ഞുകൊണ്ട് കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതുന്ന കാര്യമാണ് ഈ വായിച്ചത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും ഇതേപോലുള്ളൊരു പരീക്ഷയിൽ കൂടി, ഒരു പ്രൈഡ് ട്രാപ്പിൽ കൂടിയാണ് ശരിക്കും പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നത്. യേശുവിനെ തന്നെ ദൈവപുത്രനാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കർത്താവിനുണ്ട്. അത് കർത്താവിനുള്ളതാണ്, യേശു ദൈവപുത്രനാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. ഉടൻ തന്നെ അവിടെ പിശാച് അവനോട് പറയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞാണ്. അത് കൺവിൻസ് ചെയ്യാനായിട്ട് 91-ാമത്തെ സങ്കീർത്തനം അവിടെ കോട്ട് ചെയ്യുന്നു. പിശാച് വിചാരിച്ചു, കർത്താവ് പെട്ടെന്ന് വലിയവനാണ് എന്ന് ചിന്തിച്ച്, ഞാൻ ദൈവപുത്രനാണെന്ന് പ്രൂവ് ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്യും എന്ന് പിശാച് ചിന്തിച്ചു. 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. സാത്താൻ ചെയ്യുന്നൊരു പ്രൈഡിൻ്റെ ട്രാപ്പാണ്, ഒരു ഹിസ്റ്ററിയാണ് ഈ വായിച്ച് കേൾപ്പിക്കുന്നത്. സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബെർശേബ മുതൽ ദാൻ വരെ ഇസ്രായേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, യഹോവ തൻ്റെ ജനത്തിൻ്റെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ, എങ്കിലും എൻ്റെ യജമാനായ രാജാവേ, അവരൊക്കെ യജമാൻ്റെ ദാസന്മാരല്ലയോ? യജമാൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രായേലിനെ കുറ്റത്തിന് കാരണമായി തീരുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇവിടെ ആ പ്രൈഡ്, ദാവീദിനെ പിശാച് ആ പ്രൈഡിലേക്ക് നടത്തുകയാണ്. എത്ര പേരെ ഞാൻ ഭരിക്കുന്നു എന്ന് കൗണ്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഞാനൊരു രാജാവാണ്, എനിക്ക് ഭരിക്കാൻ എത്ര പ്രജയുണ്ട്. യഹൂദിൽ ആയുധപാണികളിൽ 4,70,000 പേര്, എല്ലാം കൂടി 11 ലക്ഷം പേര്, ഇതൊക്കെ എണ്ണി ദാവീദിന് കൊടുത്തു. എന്നാൽ അവസാനം എന്താ സംഭവിച്ചത്? ആ പ്രൈഡിൻ്റെ അവസാനം 70,000 പേര് മഹാമാരിയിൽ മരിക്കുന്നതായിട്ട് കാണുന്നു. അതിനകത്ത് ആ അധ്യായത്തിൽ തന്നെ 14-ാം വാക്യത്തിൽ ഇസ്രായേൽ മഹാമാരി അയച്ചു, ഇസ്രായേൽ 70,000 പേർ വീണുപോയി എന്ന് കാണുന്നു. സദൃശവാക്യം 16-5 ഗർവമുള്ള ഏവന് യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നുള്ളത് ഞാൻ കൈയടിക്കുന്നു. പ്രൗഡ് ഹാർട്ട് ഈസ് ആൻ അബോമിനേഷൻ ടു ലോഡ്. ഗർവമുള്ള ഏവനും, പ്രൗഡ് ഹാർട്ട്, അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. സദൃശവാക്യം 6-16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ 6 കാര്യം യഹോവയ്ക്ക് വെറുക്കുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു. അതിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്ന ഗർവമുള്ള കണ്ണാണ്. പ്രൗഡ് ലുക്ക്, ഗർവമുള്ള കണ്ണ്. ഗോഡ് ഹെയ്റ്റ്സ് ദ പ്രൗഡ് ലുക്ക്. ഈ ഗർവം ബാക്കി 5 പാപങ്ങളെയും വിളിച്ചു കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. അതിനകത്ത് പറയുന്ന ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈ, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിന് ബന്ധപ്പെടുന്ന ഓടുന്ന കാല്,
ഫോഷ്ക്ക് പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നു. ഇതെല്ലാം അന്യോന്യം അവസാനം കലഹം ഉണ്ടാക്കുകയാണ്. പ്രൈഡിൽ ആലംബിച്ച് അവസാനം സെപ്പറേഷനിൽ അല്ലെങ്കിൽ യൂണിറ്റി ഇല്ലാത്തതിലേക്ക് വന്ന് അവസാനിക്കുന്ന കാര്യം. പ്രൈഡ് പലപ്പോഴും നമ്മളെ ചിന്ത തന്നെ മാറ്റിമറിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ ഹവ്വായ്ക്കുള്ള ഒരു ഓഫർ അതായിരുന്നു, ദൈവത്തെ പോലെ ആകുക എന്നുള്ള ഒരു ഓഫർ. കാരണം പിശാചിൻ്റെ ചിന്തയാണിരുന്നത് ദൈവത്തെ പോലെ ആകുക, ലൂസിഫറിൻ്റെ ചിന്തയായിരുന്നു. ആ ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ട്, അതാണ് അവൻ കൂടി എക്സ്പ്രസ് ചെയ്യുന്നത്. നിങ്ങൾ അത് തിന്നു കഴിഞ്ഞാൽ നിങ്ങളിലെ പരിജ്ഞാനം നിങ്ങൾ വരും. ആർക്കാണ് ആഗ്രഹം ഉണ്ടാകാത്തത്? നിങ്ങൾ ദൈവത്തെ പോലെ നന്മതിന്മകളെ തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ആ പിശാചിൻ്റെ ആവശ്യമില്ലായിരുന്നു, നമ്മൾ ഓടിപ്പോയി അത് പറിച്ച് തിന്നേനെ. പിശാച് ഒന്നൊരു ബാധകമല്ലായിരുന്നു. ആ കനി, വിലക്കപ്പെട്ട കനിക്ക് രുചി കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആരും അറിയാതെ തന്നെ പോയി പറിച്ചേനെ. ഇത് പിശാച് വന്ന് കാണിച്ചതുകൊണ്ട് അവരെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടാണ് പറിച്ചെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. സാത്താൻ ഭയങ്കര കണ്ണിങ് ആണ്. നമ്മൾ ഒന്നും അതിന് ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ സാത്താൻ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതവൻ്റെ ഒരു ക്യാരക്ടറാണ്, അതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ലൂസിഫറിൻ്റെ ഒരു ക്യാരക്ടറാണ്. യെശയ്യാ 14 അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹം വലുതായി തീരുക, അത്യാർത്ഥി ഉണ്ടാകുക, എന്തൊക്കെയുള്ള ആഗ്രഹം, ഇവിടെ ഡിസൈർ ടു ബി ലൈക്ക് ഗോഡ്, ദൈവത്തെ പോലെ ആയിത്തീരാനുള്ള ആഗ്രഹം, ഇത് ആ പ്രൈഡ്, ഇത് മനുഷ്യനെ അവസാനത്തിലേക്ക് അവൻ്റെ വീഴ്ചയിലേക്ക് കൊണ്ട് നടത്തുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡേഞ്ചർ ഓഫ് സക്സസ്. ഡാനിയലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇത് നെബൂഖദ്നേസർ രാജാവിൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച ചില കാര്യങ്ങളാണ്. ഇന്ന് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കും. അത് തീർച്ചയായും അത് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചിന്തയ്ക്ക്, ഈ ഒരു മീനിങ്, പ്രൈഡിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റാണ്. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിൻ്റെ രാജധാനിയായി പണിയ മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിൻ്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടെ ആയിരിക്കും. നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് അറിയുന്നവരെ നിനക്ക് 7 കാലം കഴിയും. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, നിഗള ഹൃദയത്തിലെ വാക്കുകളാൽ നെബൂഖദ്നേസർ അഹങ്കരിച്ചതായിട്ട് കാണുന്നു. ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബിലോൺ അല്ലയോ? സത്യം എന്താണ്? സത്യം ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. രാജാവ് വിചാരിച്ചതൊക്കെ അവന് നൽകി. അതിന് കാരണം ദൈവത്തിൻ്റെ മഹത്വമാണ്. അവൻ ചെയ്ത പ്രവർത്തികളെ അക്കംപ്ലിഷ്മെൻ്റ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതെല്ലാം തന്നെ ദൈവം അവനെ സഹായിച്ചതുകൊണ്ടാണ് അതൊക്കെ നടന്നത്. ഇന്നും ഇതുപോലെയല്ലേ? മനുഷ്യൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവന് വിജയം നേടിയെടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ കരിയർ ആയാലും അല്ലെങ്കിൽ കമ്പനിയിലായാലും ദൈവം നമുക്ക് തന്നെ കഴിവുകൊണ്ട് ഇതൊക്കെ നമുക്ക് സാധ്യമാക്കുവാനായിട്ട് ഇടവരുന്നുണ്ട്. എന്നിട്ട് നമ്മളെന്ത് പറയും? ഞാൻ ചെയ്താൽ നോക്ക്, ഒരു കൈയടി എനിക്ക് അവകാശപ്പെട്ടതല്ലേ? മരുഭൂമിയിലെ മരീചിക പോലെ നിഗളം അതിന് പുറകെ ഉണ്ട്. വിജയത്തിന് പുറകെ ഒരു നിഗളമുണ്ട്, ആ നിഗളത്തിന് പുറകെ ഒരു വീഴ്ചയുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അനേകർ ജീവിതത്തിലെ വിജയം ഈ ലോകത്തിൽ നേടിയത് ദൈവത്തിൻ്റെ ദാനമല്ലേ? നമ്മൾ കോവിഡ് കാലത്തെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കോവിഡ് കാലത്ത് എത്രയോ പേർക്ക് ഒരുപാട് ഡെപ്പോസിറ്റുകളുണ്ടായിരുന്നു. ഈ പണമൊന്നും അവരെ രക്ഷിച്ചില്ല.
അവരെല്ലാം നിമിഷത്തിൽ തന്നെ വീണ് മരിച്ചു. അവർക്കൊരു നല്ല സംസ്കാരം പോലും കിട്ടിയില്ല. ആ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് ദൈവം സക്സസ് തരുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യർത്ഥമാണ്. കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അതിനാൽ അരഗൻ്റായി നിഗളിച്ചു പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നെബൂഖദ്നേസറിന് സംഭവിച്ചതുപോലെ കാളയെപ്പോലെ പുല്ല് തിന്നുന്ന ഒരനുഭവം. അവൻ്റെ രാജ്യത്വം മാറിപ്പോയതായിട്ട് നമ്മളെ കാണുന്നു. ഈ ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 34 തൊട്ടുള്ള വാക്യങ്ങളെ വീണ്ടും നമ്മൾ വായിക്കുമ്പോഴേ, ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കും ഉള്ള ആധിപത്യം, അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായി ഉള്ളതല്ലോ. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെടുത്തു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സിദ്ധിച്ചു. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്നായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവൻ്റെ വഴികളോ ന്യായവുമാവുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. ദൈവസന്നിധിയിൽ വിനയപ്പെട്ടപ്പോഴേ എന്താണ് സംഭവിച്ചത്? അവൻ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടു. അവൻ അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു. ഗ്രേറ്റർ ദ അക്കംപ്ലിഷ്മെൻറ്റ്, ദ മോർ ഡിഫിക്കൽട്ട് ഫോർ യു ടു കം ടു ഗോഡ്. ദൈവത്തിന് നീ അച്ചീവ് ചെയ്യുമ്പോഴേ ദൈവത്തിനെ മറന്നു കളവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് നീ സ്ട്രഗിൾ ചെയ്യും പലപ്പോഴും. കാരണം നിനക്ക് പ്രൈഡ് നിൻ്റെ ഉള്ളിലേക്ക് വരും. എന്നാൽ സാത്താൻ ഇവിടെ സക്സസ്ഫുൾ ആവുകയാണ്. എന്തിനാണ്? നിന്നെ ആ പ്രൈഡിലേക്ക് കൊണ്ടുപോയി നിന്നെ ഇടിച്ച് താഴ്ത്തുവാനായി, നിന്നെ ഡിസ്ട്രോയ് ചെയ്യുവാനായിട്ട് സാത്താൻ എപ്പോഴും അതിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 17 വാക്യങ്ങളിലെ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം, പിശാച് നമ്മളെ വഞ്ചിക്കും. പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിങ്കിൽ നിന്നാണ് പ്രാപിക്കുന്നത്. നമുക്ക് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. വി ഷുഡ് ഹാവ് എ വർക്ക്. എന്നാൽ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തരുന്നതുകൊണ്ടും നമ്മുടെ ബുദ്ധി പ്രകാശിക്കുന്നതുകൊണ്ടും ഒക്കെയാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നിഗളം വീഴ്ചയിലേക്ക് നമ്മളെ നടത്തും. സക്സസ് സാധാരണ നിഗളത്തിലേക്ക് നമ്മളെ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് നമ്മളായിത്തീരുക എന്നുള്ളതാണ്. നമ്മളിപ്പോഴേ ചിന്തിച്ചത് ദ ഡേഞ്ചർ ഓഫ് സക്സസ് ആണ്. ആദ്യം നമ്മൾ ദ ഡിസയർ ടു ബി ലൈക്ക് ഗോഡ് എന്ന് പറഞ്ഞു. ദ ഡേഞ്ചർ ഓഫ് സക്സസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനിയും തുടർന്നും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാനായിട്ടുണ്ട്. കാരണം ഈ പ്രൈഡ് എന്ന് പറയുന്നത് വലിയൊരു നമ്മൾ ചിന്തിക്കുന്നതിലുപരിയായിട്ടുള്ള ഒരു പാപമാണ്. ശരിക്കും പിശാച് കൊണ്ടുവരുന്ന ഇത് പിശാചിൻ്റെ ക്യാരക്ടറിൽ അന്തർലീനമായി കിടക്കുന്ന, അവൻ നിഗളിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അവൻ പിശാചായി തീരാനുള്ള കാരണം പോലും അവൻ്റെ ഫ്രീ വില്ലിൽ അവൻ നിഗളിച്ചതാണ്. എന്താണ് പറഞ്ഞത്? അവൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കുമെന്ന് പറഞ്ഞ് നിഗളിച്ചതാണ്. ആ നിഗളം അവൻ്റെ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ പിശാച് ഓരോരുത്തരുടെ വ്യക്തികളിലേക്ക് ഇങ്ങനെ ഇമ്പാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പാണ് നമുക്ക് വീഴ്ച അപ്പോൾ തന്നെ ഉണ്ടാകും എന്നുള്ളത്. ഇനിയും നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ ദിവസങ്ങളിലെ പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സ്ഥാനത്തിന് പകരമായി എൻ്റെ സക്സസ് ആണോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ദൈവത്തിന് പകരമായി വേറെ എന്തെങ്കിലും ഞാൻ റീപ്ലേസ് ചെയ്തിരിക്കുകയാണോ? എൻ്റെ കഴിവുകളാണോ, ദൈവം തന്നിരിക്കുന്ന താലന്തുകളാണോ,
അല്ലെങ്കിൽ എൻ്റെ പണമാണോ? ഇതൊക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ പ്രൈഡ്, എൻ്റെ അഹങ്കാരം എന്നെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ താഴെ മുമ്പിലൊരു വീഴ്ച ഉണ്ടെന്ന് നമ്മൾ മറന്നു വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ തുടർന്ന് ഇത് നിങ്ങൾ വാച്ച് ചെയ്യണം. ഇത് തീർന്നിട്ടില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രൈഡിനെ കുറിച്ച് ഇനിയും 1-2 എപ്പിസോഡ് ചെയ്തെങ്കിലേ തീരുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ആൾക്ക് ഈ തന്ന സമയത്തിനായിട്ട് സ്തോത്രം. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. വീഴ്ചയ്ക്ക് മുമ്പ് കർത്താവെ വലിയ ഒരു അഹങ്കാരം, ഒരു നിഗളം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഇത് നിഗളം ആണല്ലോ പിശാചിന് സംഭവിച്ചത്. ഇത് ഞങ്ങളുടെ ജീവിതങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കരിയറിലുള്ള സക്സസ്സിൽ, കർത്താവെ, ഞങ്ങളുടെ കമ്പനീസിലുള്ള പ്രോഫിറ്റിലെ സക്സസ്സിൽ, അതുപോലെ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിലുള്ള അനുഗ്രഹങ്ങളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ പ്രവർത്തന മേഖലയിലുള്ള നന്മകളിലെ അനുഗ്രഹങ്ങൾ ഒരിക്കലും നിഗളം വന്നുകൂടാതിരിക്കാൻ ഞങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ ഞാനോ കുറയണം എന്നുള്ള ചിന്തയിൽ ജീവിപ്പാനായി, നീയോ വളരണം, കർത്താവിനെ അവിടെ റീപ്ലേസ് ചെയ്യുവാനായിട്ട്, നിൻ്റെ കൃപയാൽ ഇതെല്ലാം സാധ്യമായി എന്ന് പറയുവാനായിട്ട് കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ചില കടഭാരങ്ങളിലെ തിന്മകളിൽ അകപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? കടഭാരങ്ങളിൽ നിന്ന് ദൈവത്തിന് വലിയൊരു വിടുതൽ നിങ്ങൾക്ക് തരാനായിട്ട് സാധ്യമാകും. ജീവിതത്തിൽ നിരാശയുടെ ഘട്ടങ്ങൾ കൂടി ഇനി മുമ്പോട്ടുള്ള പ്രയാണം എങ്ങനെയാണ് എന്ന് അറിയാതെ വിഷമിച്ച് ഭയത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാനായിട്ട് പോവുകയാണ്. ഈ കടഭാരത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാൻ, അറിയാത്ത വഴിയിൽ നിന്ന് നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നിങ്ങളെ ഈ സമയങ്ങളിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ വിടുതലുകൾ നിങ്ങൾക്ക് അയക്കുകയും സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലാതെ വിഷമിച്ച് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അറിയാത്ത വഴിയിൽ നിന്ന് ജോലി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടാത്ത റിലേഷൻഷിപ്പിൽ ആയി വിഷമിക്കുന്ന ചില കുടുംബങ്ങൾ ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ നീ വിടുവിക്കണമേ. അത് കുടുംബ ബന്ധത്തിന് തകർച്ചയായിരിക്കുന്ന ആ റിലേഷൻഷിപ്പാണെങ്കിൽ അതിൽ നിന്നെല്ലാം നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പിശാച് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ബോണ്ടേജുകളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിലെ വലിയൊരു വിടുതൽ ഇന്ന് രാത്രികാലം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടണം. പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.